ചില്ലറ ആഴമൊന്നുമല്ല, 20 അടി താഴ്ചയുണ്ട്. പോരാത്തതിന് പാറയും. കിണറ്റിൽ വെള്ളം കുറയുന്ന കാലത്ത് അത് തേകി വൃത്തിയാക്കണം. സാധാരണഗതിയിൽ 2000 രൂപ വരെ ചെലവ് വരും. പ്രഥമ അധ്യാപിക രാജി ടീച്ചർ ആളെ അന്വേഷിക്കണമെന്ന് പാചകത്തൊഴിലാളി സിന്ധുവിനോട് പറഞ്ഞു. താൻ തന്നെ കിണറ്റിലിറങ്ങാമെന്നായി അപ്പോൾ സിന്ധു. വേണ്ടെന്ന് പറഞ്ഞു, ആവർത്തിച്ചു. പക്ഷേ സിന്ധു രണ്ടും കൽപ്പിച്ചായിരുന്നു. സ്കൂളിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയപ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭയമൊന്നും തോന്നിയില്ല. സിന്ധുവിന്റെ ഉത്സാഹത്തിന് പ്രഥമ അധ്യാപിക KV രാജിയും മദർ PTA പ്രസിഡന്റ് M സരിതയും ഒടുവിൽ കൈകൊടുത്തു. സിന്ധു കിണറ്റിലെ ചെളിയും മറ്റും കൂടയിൽ കോരി വെച്ചു. രാജിയും സരിതയും ചേർന്ന് കയർ വലിച്ചു. ചുരുക്കത്തിൽ സ്ത്രീകൾ മൂവരും ചേർന്ന് ആഞ്ഞ പണിയാണെടുത്തത്. കിണറ്റിലിറങ്ങിയ സിന്ധു കരയ്ക്ക് കയറിയത് 2.5 മണിക്കൂറിന് ശേഷമാണ്. ഇതിപ്പോൾ ഞാൻ കിണറടയ്ക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കാമെന്ന് പറഞ്ഞപ്പോൾ സിന്ധു പറഞ്ഞു, ഈ പ്രാവശ്യം എന്തായാലും ഞാൻ റെഡിയാക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഭയമായിരുന്നു. കാരണം സ്ത്രീകൾ അങ്ങനെ കിണറ്റിലിറങ്ങുന്നത് വളരെ ചുരുക്കമല്ലേ. ടീച്ചറൊന്നും പേടിക്കണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. തോട്ടമണ്ണിൽ വാടകയ്ക്ക് താമസിക്കുന്ന സിന്ധു 3 വർഷം മുൻപാണ് സ്കൂളിൽ പാചകത്തിനെത്തുന്നത്. സ്കൂൾ ബസ്സിലെ സഹായിയായും സ്കൂൾ പരിസരം വൃത്തിയാക്കുന്ന ജീവനക്കാരിയുമായെല്ലാം സിന്ധു നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കിണർ വൃത്തിയാക്കിയതിന് അധ്യാപിക പണം കൊടുക്കാൻ തയ്യാറായെങ്കിലും സ്നേഹപൂർവ്വം സിന്ധു നിരസിക്കുകയാണുണ്ടായത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.